ആദ്യം തന്നെ നമുക്ക് സോളിഡ് വർക്ക് സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. സോഫ്റ്റ്വെയർ ഓപ്പൺ ആകുന്നതിന് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ടുണ്ട്. ആദ്യം തന്നെ ന്യൂ എന്ന ഓപ്ഷനിൽ പോയി പാർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡിസൈൻ സ്പേസിലേക്ക് വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്കൊരു സ്കെച്ച് വരച്ചെടുക്കണം. സ്കെച്ച് വരച്ചെടുക്കുന്നതിന് ഒരു പ്ലെയിന് ആവശ്യമാണ്. പ്ലെയിൻ എടുക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു പ്ലെയിന് സെലക്ട് ചെയ്തിട്ട് സ്കെച്ച് എന്ന ഓപ്ഷൻ കൊടുക്കുക. പ്ലെയിൻ കറക്റ്റ് പെർപെൻഡിക്കുലറായി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് Ctrl 8 അടിച്ചാൽ മതി. ആദ്യം തന്നെ നമ്മൾ സെൻറ്റർ ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് ബോട്ടം ലൈന് വരച്ചു. അതിന് സ്പ്ലൈൻ കമാൻഡ് ഉപയോഗിച്ച് ഞാൻ ബാക്കി കർവായിട്ടുള്ള ഭാഗം വരച്ചെടുക്കാൻ പോവുകയാണ്. സ്പ്ലൈൻ കമാൻഡ് എടുത്തിട്ട് ഓരോ പോയിന്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിന്റ് കൊടുത്തിട്ടുള്ള ഷേപ്പിൽ ലൈൻ ക്രിയേറ്റ് ആയി വരുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഫ്ലവർ വേസിൻ്റെ ഒരു പകുതി ഭാഗം സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഒരു 2D സ്കെച്ച് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളത് ഡയമെൻഷൻ കൊടുത്ത് ഫുള്ളി ഡിഫൈൻഡ് ആക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ സ്മാർട്ട് ഡയമെൻഷൻ ടൂൾ എടുത്ത് മാക്സിമം ഡയമെൻഷൻ എല്ലാം കൊടുത്ത് പെർഫെക്റ്റ് ആക്കാൻ പോവുകയാണ്. നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ ധാരാളം ഡയമെൻഷനിങ് ടൂളുകൾ അവൈലബിൾ ആണ്. എന്നാലും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് സ്മാർട്ട് ഡയമെൻഷൻ എന്ന ടൂളാണ്. അതായത് സ്മാർട്ട് ഡയമെൻഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് എല്ലാ ഡയമെൻഷനും ഒറ്റയടിക്ക് തന്നെ കൊടുക്കാൻ പറ്റും. അതിനായി ലെങ്ത്തിന് വേറെ ഡയമെൻഷൻ സെലക്ട് ചെയ്യണം. അതേപോലെ തന്നെ സർക്കിൾ ഡയമീറ്ററിന് വേറെ ഡയമെൻഷൻ സെലക്ട് ചെയ്യണം. അങ്ങനെയുള്ളൊരു വ്യത്യാസമില്ല. ഏതിനും ഒറ്റ ഒരു ടൂൾ ഉപയോഗിച്ചാൽ മതി. അതാണ് സ്മാർട്ട് ഡയമെൻഷൻ ടൂളിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് മാക്സിമം എല്ലാവരും സ്മാർട്ട് ഡയമെൻഷൻ ടൂളാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ വേറെ ഡയമെൻഷൻ ടൂളുകളും ഇതിൽ അവൈലബിൾ ആണ്. നമ്മളൊരു 2D സ്കെച്ച് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളി ഡിഫൈൻഡ് ആക്കാൻ ആരും മറക്കരുത്. ഫുള്ളി ഡിഫൈൻഡ് ആക്കിയാൽ മാത്രമേ നമ്മുടെ സ്കെച്ച് ഫ്യൂച്ചറിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്യുമ്പോൾ ഇററൊന്നും വരാണ്ടിരിക്കുകയുള്ളൂ. എൻ്റെ ഡയമെൻഷനിങ് ഒക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഞാൻ മാക്സിമം ഡയമെൻഷൻ കൊടുത്തത് ഫുള്ളി ഡിഫൈൻഡ് ആക്കാൻ നോക്കുകയാണ്. ഇപ്പം ഞാൻ ഈ സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്യൂച്ചറിൽ പോയി റിവോൾവ് എന്ന കമാൻഡ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. റിവോൾവ് എന്ന കമാൻഡ് സെലക്ട് ചെയ്ത് സെൻട്രൽ ആക്സിസ് കൊടുക്കുമ്പോഴത്തേനും നമുക്കൊരു ഫ്ലവർ വേസിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ടാകും. ഇപ്പം നമ്മൾ ഫ്ലവർ വേസിൻ്റെ ബേസിക് മോഡലിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ ഫ്ലവർ വേസിൽ എങ്ങനെ ഡിസൈൻ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിൻ്റെ മുന്നേ നമ്മളിതൊന്ന് പ്ലെയിൻ വൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. പ്ലെയിൻ വൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി മുകളിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പ്ലെയിൻ വൈറ്റ് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ 3D മോഡൽ ഇത്തിരി കൂടെ വൈറ്റ് കളറിൽ വന്നിട്ടുണ്ടാകും. അടുത്തതായി നമ്മൾ ഫ്ലവർ വേസിന് ഡിസൈൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഫ്ലവർ വേസിൻ്റെ ആ ഡിസൈൻ ഷേപ്പ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്ലെയിൻ സെലക്ട് ചെയ്ത് നോർമൽ ടു കൊടുക്കുക. നോർമൽ ടു കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന കീ ആണ് Ctrl 8. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പ്ലെയിനിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഫ്രണ്ട് പ്ലെയിനിൽ ഞാനൊരു സ്പ്ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ഓരോ പോയിന്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് സ്പ്ലൈൻ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്പ്ലൈൻ ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. സ്പ്ലൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്പ്ലൈൻ ലൈനിന്
പെർപെൻഡിക്കുലർ ആയിട്ടൊരു ചെറിയൊരു സെമി സർക്കിൾ വരച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് അവിടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യണം. സെമി സർക്കിൾ വരയ്ക്കുന്നതിന് ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി റെഫറൻസ് ജിയോമെട്രി പോയിട്ട് ഫസ്റ്റ് ആ സ്പ്ലൈന് സെലക്ട് ചെയ്തിട്ട് ആ ലാസ്റ്റത്തെ പോയിന്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർപെൻഡിക്കുലറായി ഒരു പ്ലെയിൻ ക്രിയേറ്റ് ആയി വരുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഈ പ്ലെയിനിൽ ഒരു സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരയ്ക്കുന്നതിന് പ്ലെയിൻ സെലക്ട് ചെയ്ത് സ്കെച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ച് അത് സെമി സർക്കിളായി കട്ട് ചെയ്യാൻ പോവുകയാണ്. സർക്കിളിന് ഡയമെൻഷൻ കൊടുത്ത് അത് ഫുള്ളി ഡിഫൈൻഡ് ആക്കാൻ മറക്കരുത്. സർക്കിൾ വരച്ച് ഞാൻ ഒരു സെൻറ്റർ ലൈൻ കൂടെ വരച്ച് അതിനെ ട്രിം ചെയ്തെടുക്കാനാണ് പോകുന്നത്. ട്രിം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പവർ ട്രിം എന്ന ടൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പവർ ട്രിം ടൂൾ ഉപയോഗിച്ച് അത് ട്രിം ചെയ്യാൻ പോവുകയാണ്. എക്സസ് ആയിട്ടുള്ള ലൈൻ ട്രിം ചെയ്യാൻ പോവുകയാണ്. പവർ ട്രിം ജസ്റ്റ് നമ്മളൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേനും ട്രിമായി പോകും. അടുത്തത് ഡയമെൻഷൻ കൊടുത്തതൊന്ന് ഫുള്ളി ഡിഫൈൻഡ് ആക്കാൻ പോവുകയാണ്. ബ്ലാക്ക് കളർ ആയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ മതി ഫുള്ളി ഡിഫൈൻഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് സ്വെപ്റ്റ് എന്ന കമാൻഡ് ഉപയോഗിച്ച് മെറ്റീരിയൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. സ്വെപ്റ്റ് എന്ന കമാൻഡ് സെലക്ട് ചെയ്ത് ഫസ്റ്റ് നമ്മൾ സ്കെച്ച് സെലക്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പ്രൊഫൈൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെറ്റീരിയൽ ആ കർവിനനുസരിച്ച് മെറ്റീരിയൽ ആഡ് ആയത് കാണാവുന്നതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് സർക്കുലർ പാറ്റേൺ എന്ന ഓപ്ഷനാണ്. ഈ ഫ്യൂച്ചർ സെലക്ട് ചെയ്ത് സർക്കുലർ പാറ്റേൺ കൊടുക്കുമ്പോൾ മെറ്റീരിയൽ മൊത്തം ഈ ഡിസൈനിൽ മെറ്റീരിയൽ മൊത്തം ആഡ് ആയിട്ടുണ്ടാവും. സർക്കുലർ പാറ്റേണായി ആഡ് ആയിട്ടുണ്ടാവും. അതിനുവേണ്ടി ആദ്യം നമ്മളൊരു പ്ലെയിനോ പ്രൊഫൈലോ എന്തോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക. എത്ര എൻറ്റിറ്റി വേണമെന്നൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒന്നിൽ നിന്ന് മറ്റേതിലേക്കുള്ള അകലം, ആംഗിൾ എല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ സർക്കുലർ പാറ്റേൺ ഉപയോഗിച്ച് നമ്മുടെ ഫ്ലവർ വേസ് ഡിസൈൻ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഫ്ലവർ വേസിൻ്റെ എൻഡിൽ ഷാർപ്പായിരിക്കുന്ന എഡ്ജൊക്കെ ഒന്ന് നമ്മൾ സോഫ്റ്റ് ആക്കുന്നതിന് വേണ്ടി ഫില്ലറ്റ് കൊടുക്കാൻ പോവുകയാണ്. ഫില്ലറ്റ് കൊടുക്കുന്നതിന് എല്ലാ ഫേസും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഫില്ലറ്റ് കൊടുത്താൽ മതിയാവും.
അടുത്തതായി നമുക്ക് ബോട്ടത്തിൽ എങ്ങനെ ഒരു പേര് ആഡ് ചെയ്യാമെന്ന് നോക്കാം. പേര് ആഡ് ചെയ്യുന്നതിന് ആദ്യം തന്നെ നമ്മൾ ബോട്ടം സർഫേസ് ഒന്ന് സെലക്ട് ചെയ്ത് സ്കെച്ച് കൊടുത്തിട്ട് എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ ഈസി കാഡ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ടൈപ്പ് ചെയ്തിട്ട് അവിടെ അലൈൻമെൻറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എക്സിറ്റ് സ്കെച്ച് കൊടുക്കുക. എക്സിറ്റ് സ്കെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ പോയി എക്സ്ട്രൂഡ് ബോസ് സെലക്ട് ചെയ്ത് 1 mm തിക്നെസ്സിൽ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ മനോഹരമായി ഈസി കാഡ് എന്ന് ബോട്ടത്തിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഫ്ലവർ വേസിനൊന്ന് കളർ ആഡ് ചെയ്യാം. കളർ ആഡ് ചെയ്യുന്നതിന് വേണ്ടി അപ്പിയറൻസിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ കളർ ചൂസ് ചെയ്യുക. ഞാനിവിടെ റോസ് കളറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. കളർ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഒരു ഫയൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അത് സേവ് ചെയ്യുക. സേവ് ചെയ്യുന്നതിന് വേണ്ടി സേവ് ആസ് എന്ന ഓപ്ഷനിൽ പോയി ഒരു ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക.